രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ടെങ്കിൽ മൂന്നാമത്തെ കേസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇത് കണക്ക് റിനിയടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാമോ, ആ പെൺകുട്ടിക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ റിനി പറഞ്ഞിരുന്നത് തനിക്കുണ്ടെങ്കിൽ അവരെ പറ്റി ഒരു വിവരം അറിയത്തില്ല, അല്ലെങ്കിൽ താൻ സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ ആ പെൺകുട്ടിയോടെ ഉണ്ടെങ്കിൽ ചാറ്റൊക്കെ വെളിയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് റിനി ആയിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്, റിനി തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ റിനി പറഞ്ഞിട്ടാണ് ഇതേപോലത്തുള്ള കേസ് കൊടുക്കാൻ തനിക്ക് ധൈര്യം വന്നതെന്നുള്ള രീതിയിലായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേ കണക്ക് റിനി പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. വെളിയിൽ വേറെ കാര്യം പറഞ്ഞിട്ട് അടിയിൽ കൂടെ വേറൊരു പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ ആൾക്കാരെ അല്ലെങ്കിൽ ഇതേ കണക്കത്തുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അത് തുറന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അതല്ലാതെ ഇതേ കണക്ക് വെളിയിൽ വന്നിട്ട് ഒരേ രീതിയിൽ സംസാരിച്ചിട്ട് അകത്തു കൂടെ പോയിട്ട് വേറെ പണി ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല. ഇപ്പോൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ അത് തുറന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അത് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ അവസാനം എത്തിയപ്പോഴത്തേക്ക് റിനിയാണ് ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വെളിയിൽ വന്നിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.